നമസ്കാരം. ഭാരതത്തിൽ മോദി സർക്കാരിൻ്റെ 11 വർഷം, ആദ്യത്തെ 10 വർഷം മോദി 1.2, 2.2 കഴിഞ്ഞ് ഒരു വർഷത്തെ 3.2 ഭരണത്തിൻ്റെ സ്വയം വിലയിരുത്തൽ ജനങ്ങളെ അറിയിക്കേണ്ടതായ 2047 വികസിത് ഭാരത് എന്ന് പറയുന്ന സങ്കല്പം, അത് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന യാത്രയിൽ പടവുകൾ കയറി വന്നതിൻ്റെ ഒരു ദശകം. ആ ദശകത്തിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തു കൂട്ടാൻ കഴിഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ 2024 മോദി 3.2 വന്നതിന് ശേഷം അടുത്ത 5 വർഷം കൊണ്ട് എത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സത്യരേഖ രൂപപ്പെടുത്തിയെടുത്തതാണ് ഇവിടെ വിവിധങ്ങളായ പ്രസൻറ്റേഷനുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഞാനത് തുടങ്ങുന്നതിന് ഒരു PPT പ്രസൻറ്റേഷൻ ഉണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം കേരളത്തിലെയും തൃശ്ശൂരിലെയും ജനതയോട് വീണ്ടും നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതെൻ്റെ ജീവിതത്തിലെ പുതിയ ഒരു ജേണിയാണ്, ഒരു പുതിയ യാത്രയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി. കഴിഞ്ഞ വർഷം ജൂൺ മാസം 9-ാം തീയതി വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്ത് 10-ാം തീയതിയാണ് ഞാൻ എൻ്റെ 2 മിനിസ്ട്രിയിലെയും 3 ഓഫീസുകളിലും ഞാൻ ഓഫീസ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വലിയൊരു സിനിമ നടനെ സംബന്ധിച്ച് സൊസൈറ്റിയുമായിട്ട് അതിനു മുമ്പ് തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ദൃഢമായ ബന്ധം ഉറപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് മനസ്സിലാക്കിയതായ ലോലതലത്തിലായാലും ശരി തന്നെ ആഴത്തിലുള്ളതായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി എനിക്ക് 2016 രാജ്യസഭയിൽ അംഗമായ കാലം തൊട്ട് ലഭിച്ചു തുടങ്ങിയതാണ്. പക്ഷേ കാര്യപ്രസക്തമായ ഇടപെടൽ ഒരു പവർ ഹൗസിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്നതിൻ്റെ ഉത്തരവാദിത്വം പേറി ഇത് സത്യത്തിൽ ഇന്ന് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസാണ്. അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ ഉണ്ടാവും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് ഓരോന്നായി ചെയ്ത് വരുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിലും പ്രാവീണ്യം നേടാൻ കഴിയുക. എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചു. അത് ഭംഗിയോടടുത്ത് ചെയ്ത് തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് എന്നെ വിലയിരുത്തുന്ന സംഘങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദരദാസ് മോദി അദ്ദേഹത്തിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. In the last 10 years, people have seen solutions, not slogans. The heights to which India will reach in the next decade will be unprecedented, unimaginable. This decade will be an important decade to fulfill the dreams of Viksit Bharat. The 11 വർഷത്തെ പെർഫോം, റിഫോം, ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രക്രിയ അതിശക്തമായി വളരെ ഫോക്കസ്ഡായിട്ട് ഓരോ പ്രതലത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്
ഒരു പൂർണ്ണമായ ഫോട്ടോ ഫിനിഷിലേക്ക് കൊണ്ടുവന്ന് വിജയം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാവേണ്ടതായ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാറ്റിനും ഒരുപോലെ മുൻതൂക്കം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ഗവർണൻസിൻ്റെ യാത്ര എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടിവിടെ വിവരിച്ച് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതല്ല. പിന്നോക്ക വിഭാഗങ്ങളുടെ OBC കാറ്റഗറിക്ക് അവരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള കർത്തവ്യം നിറവേറ്റുന്നതിന് നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് അതിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടാർഗറ്റഡ് സ്കീംസ് ടു റീച്ച് റൈറ്റ് പേഴ്സൺ ഓൺ റൈറ്റ് ടൈം. മുൻപ് 1 രൂപ കൊടുത്തിരുന്നിടത്ത് 15 പൈസ മാത്രം കിട്ടിയിരുന്നു. ഇപ്പോൾ DBT വന്നതിനിപ്പുറം ഉപഭോക്താക്കൾക്ക് നേരിട്ട് പൂർണ്ണമായും 15 പൈസയല്ല 1 രൂപ പൂർണ്ണമായി ലഭിക്കുന്ന സംവിധാനമാണ് DBT. 44 ലക്ഷം കോടിയിലധികം പാവങ്ങളുടെയും നിരാലംബരുടെയും അക്കൗണ്ടിലേക്ക് ഇത് ലഭിക്കുന്നുമുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതി വഴി 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 കോടിയിലധികം വീടുകളിൽ ജൽ ജീവൻ മിഷൻ വഴി ടാപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകാനും സാധിച്ചിട്ടുണ്ട്. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 4 കോടിയിലധികം വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 2025-26 കാർഷിക ബഡ്ജറ്റിൽ 5 മടങ്ങ് വർധനവ് ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധി വഴി 9 കോടിയിലധികം കർഷകർക്ക് 3.7 ലക്ഷം കോടി രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായവും നൽകാൻ സാധിച്ചിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. PM ഫസൽ ബീമ യോജന വഴി 1.75 ലക്ഷം കോടിയിലധികം രൂപയുടെ ക്ലെയിമുകൾ തീർപ്പാക്കപ്പെട്ടിട്ടുണ്ട്. 30 വർഷത്തിലേറെയായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ടോക്കിയോ, പാരീസ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് എന്നിവയിലായി ഇന്ത്യ 61 മെഡലുകൾ ഈ കാലഘട്ടത്തിൽ നേടിയിട്ടുണ്ട്. 8 പുതിയ IIMകൾ ആകെയുള്ളത് 21. 7 പുതിയ IITകൾ ആകെ 23 സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് 490 പുതിയ സർവകലാശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എയിംസ് ആശുപത്രികളുടെ എണ്ണം 3 മടങ്ങായി. ആകെ 2045 മെഡിക്കൽ കോളേജുകൾ, 780 അലോപ്പതി കോളേജുകൾ, 323 ഡെൻ്റൽ കോളേജുകൾ, 942 ആയുഷ് സ്ഥാപനങ്ങൾ. PM കൗശൽ വികാസ് യോജന വഴി 1.6 കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയ രാജ്യമായി ഇന്ത്യ മാറി. അതും ഈ കാലഘട്ടത്തിനിടയ്ക്കാണ്. ലിംഗാനുപാതത്തിൽ കാര്യമായ പുരോഗതിയും ശിശുമരണ മാതൃമരണ നിരക്കുകളിൽ കുറവും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലിംഗാനുപാതം 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി 3.98 കോടി അമ്മമാർക്ക് 18,593 കോടി രൂപ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ സമ്പാദ്യം പിന്തുണയ്ക്കുന്നതിനായി 4.2 കോടി സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടുകൾ വഴി തുറന്നു. ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ 10.33 കോടിയിലധികം പുകരഹിത അടുക്കളകൾ സൃഷ്ടിച്ചു. മുദ്രാ വായ്പകളുടെ
അതിൽ 35.38 കോടി 68%, അതായത് 14.72 ലക്ഷം കോടി വനിതാ സംരംഭകർക്കാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 2.75 കോടി PM ആവാസ് ഗ്രാമീൺ വീടുകളുടെ 73% വനിതാ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു. 90 ലക്ഷത്തിലധികം സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് 10 കോടി സ്ത്രീകളെ അണിനിരത്തുവാനും സാധിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കി. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ഒരു ചരിത്രപരമായ മാറ്റമാണ്. മധ്യവർഗത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12.75 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് പൂർണ്ണ നികുതി ഇളവും നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. വെറും 22 മാസത്തിനുള്ളിൽ രാജ്യത്തെ 93.6% ജില്ലകളിലും 5G ലഭ്യമാക്കിയിട്ടുണ്ട്. UPI ഉപയോക്താക്കളുടെ എണ്ണം 46 കോടി വ്യക്തികളായും 6.5 കോടി വ്യാപാരികളായും വർദ്ധിച്ചിട്ടുണ്ട്. ഉഡാൻ പദ്ധതി പ്രകാരം 1.5 കോടിയിലധികം ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ വിമാനയാത്ര ലഭ്യമായി. എല്ലാവർക്കും താങ്ങാവുന്നതും ആക്സസ് ചെയ്യാവുന്നതുമായ ആരോഗ്യ പരിരക്ഷ. 77 കോടിയിലധികം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 9 കോടിയിലധികം ആശുപത്രി പ്രവേശനങ്ങൾക്ക് 1.3 ലക്ഷം കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയും നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് വയോവന്ധന പദ്ധതിയിൽ 58 ലക്ഷത്തിലധികം മുതിർന്ന പൗരന്മാർ ചേർന്നിട്ടുണ്ട്. ഇതിനായി 496 കോടി രൂപയിലധികം വിലമതിക്കുന്ന 6.67 ലക്ഷത്തിലധികം ചികിത്സകൾ നൽകുന്നു. മിഷൻ ഇന്ദ്രധനുഷ് വഴി 6.78 കോടിയിലധികം അമ്മമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്നു. 16,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ദരിദ്രർക്ക് വിപണി വിലയേക്കാൾ 50% മുതൽ 90% വരെ കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ നൽകുന്നു. ദേശീയ സുരക്ഷയും വിദേശ നയവും. ഇന്ത്യയുടെ വേഗതയേറിയതും പരമാധികാരപരവുമായ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ പ്രദർശിപ്പിച്ചത്. 2024-25 പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയുടെ റെക്കോർഡ് ഉയരത്തിൽ എത്തി. സംഘർഷഭരിതമായ സുഡാനിൽ നിന്നും 3,000-ലധികം ഇന്ത്യക്കാരെ ഓപ്പറേഷൻ കാവേരിയിലൂടെ തിരികെ കൊണ്ടുവന്നു. ഓപ്പറേഷൻ ഗംഗയിലൂടെ യുക്രൈനിൽ നിന്ന് 23,000 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ പതാകയുടെ നിഴലിൽ മറ്റ് നമ്മുടെ ശത്രു രാജ്യമായിരിക്കാം, നമ്മുടെ മിത്രരാജ്യമായിരിക്കാം, മറ്റ് പല രാജ്യങ്ങൾക്കും അവരുടെ ജീവന് രക്ഷ നേടിക്കൊടുക്കുവാൻ നമ്മുടെ ത്രിവർണ്ണ പതാകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വലിയ നേട്ടങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ്. 2014 മുതൽ 3.96 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. 2014 248 കിലോമീറ്ററായിരുന്ന മെട്രോ നെറ്റ് വർക്കുകൾ 2025 1013 കിലോമീറ്ററായി വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. 400-ലേറെ ലോകോത്തര നിലവാരമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. 142 എണ്ണം ഇതിനകം പ്രവർത്തനക്ഷമമാണ്. 100 ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം 10,000 അടിക്ക് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായി അടൽ ടണൽ എന്നിവയെല്ലാം ഈ വികസനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. വ്യക്തമായി റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്, വിവിധ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു അത് കേരളത്തിലെ ജനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ ഒരുപക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എങ്കിലും കേന്ദ്രത്തിൻ്റെ നൽകലുകൾ വഴി അത് പൂർണ്ണമായി എത്രമാത്രം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു, പൂർണ്ണ ഉപയോഗമുണ്ടായി എന്നുള്ളത് കേരള സർക്കാർ തന്നെ രേഖപ്പെടുത്തണം. അത് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു ഡെക്കറും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അത് സംബന്ധിച്ച് പറയാനുള്ള ആളുമല്ല ഞാൻ. അതിന് വ്യക്തമായ മറുപടി ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന അധ്യക്ഷനുണ്ട്, അവിടുത്തെ ജില്ലാ അധ്യക്ഷന്മാരുണ്ട്, അവരതിന് മറുപടി നൽകും. ഇപ്പോഴും അങ്ങനെ ഒരു ചോദ്യത്തിന് റെലവൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള ഒരു ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിച്ചിരുന്നത് അന്ന് 5 പ്രധാന വകുപ്പുകൾ നേരെ കീഴിൽ വരും, തുടർന്ന് ആ വകുപ്പ് അങ്ങനെയല്ലല്ലോ. ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. അല്ലല്ല, ആ ചോദ്യത്തിൽ അങ്ങ് ഉച്ചരിച്ച വാക്കുകളിൽ ഒന്നും സത്യത്തിൻ്റെ അംശമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട, ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത്, അങ്ങനൊരു പ്രചരണം വേണ്ട, എനിക്കൊരു സാധാരണ MP ആയാൽ മതി. പക്ഷേ 5 പ്രധാനപ്പെട്ട തൃശ്ശൂരിനും കേരളത്തിനും ഗുണകരമാവുന്ന 5 നിർവഹണ കേന്ദ്രങ്ങളുണ്ട്. അതിന് മിനിസ്റ്റീരിയൽ ഹെഡ്സിൽ നമ്മൾ പറയുമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട 5 വകുപ്പുകളുടെ മന്ത്രിമാർ എനിക്ക് വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. അല്ല, അതായിട്ടില്ല. അപ്പോൾ പിന്നെ എന്നെ പിടിച്ച് 2 വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കുകയും അല്ലേ. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മെട്രോ, അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല. 2019 പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ്. മെട്രോ അപ് ടു കോയമ്പത്തൂർ, ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട്, ഓർ അപ് ടു പാലിയേക്കര, അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി, ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത്. എനിക്കന്ന് ഒന്നുമല്ലാത്തത് കൊണ്ടൊരു ഡ്രീമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു MP ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള ഒരു ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിച്ചിരുന്നത് അന്ന് 5 പ്രധാന വകുപ്പുകൾ നേരെ കീഴിൽ വരും, തുടർന്ന് ആ വകുപ്പ് അങ്ങനെയല്ലല്ലോ. ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. അല്ലല്ല, ആ ചോദ്യത്തിൽ അങ്ങ് ഉച്ചരിച്ച വാക്കുകളിൽ ഒന്നും സത്യത്തിൻ്റെ അംശമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട, ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത്, അങ്ങനൊരു പ്രചരണം വേണ്ട, എനിക്കൊരു സാധാരണ MP ആയാൽ മതി. പക്ഷേ 5 പ്രധാനപ്പെട്ട തൃശ്ശൂരിനും കേരളത്തിനും ഗുണകരമാവുന്ന 5 നിർവഹണ കേന്ദ്രങ്ങളുണ്ട്. അതിന് മിനിസ്റ്റീരിയൽ ഹെഡ്സിൽ നമ്മൾ പറയുമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട 5 വകുപ്പുകളുടെ മന്ത്രിമാർ എനിക്ക് വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. അല്ല, അതായിട്ടില്ല. അപ്പോൾ പിന്നെ എന്നെ പിടിച്ച് 2 വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കുകയും അല്ലേ. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മെട്രോ, അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല. 2019 പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ്. മെട്രോ അപ് ടു കോയമ്പത്തൂർ, ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട്, ഓർ അപ് ടു പാലിയേക്കര, അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി, ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത്. എനിക്കന്ന് ഒന്നുമല്ലാത്തത് കൊണ്ടൊരു ഡ്രീമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു MP ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഒരു കാൻഡിഡേറ്റായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ
വീണ്ടും അത് ഉന്നയിച്ചു. ഇപ്പോഴും ആ ഡ്രീമായി നിലനിൽക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഞാൻ അതിനോടകം പഠിച്ച് മനസ്സിലാക്കി. ഇത് 2019 പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആരോപണം എന്തായിരുന്നു? ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയുന്ന വളരെ ഇമ്മച്വറായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കാണ് വന്നത്. പക്ഷേ അതിനൊരു വിലയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതിപ്പം ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസംബറിൽ ശീതകാല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് എനർജി മിനിസ്റ്റർ, ഏർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽജി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഒരു അവലോകന യോഗം 2 വകുപ്പുകളുടെയും സെക്രട്ടറിമാരും, അണ്ടർ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ആ ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ ഇരുന്നു കൊണ്ട്, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഒരു അവലോകന യോഗം നടത്തിയതിനകത്ത് ഈ ഐഡിയ വീണ്ടും പുഷ് ചെയ്തു. കാരണം ഏർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററാണ് വന്നിരിക്കുന്നത്, മെട്രോ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പകുതിയുള്ളത്, RRTS. അപ്പോൾ ഇത് വെച്ചിട്ട് അവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡൽഹി മെട്രോ നോയിഡയിലേക്ക് മെട്രോ ആയിട്ടും അത് കഴിഞ്ഞ് ഹരിയാനയിൽ കടക്കുന്നത് മെട്രോ ആയിട്ടും, പക്ഷേ ഹരിയാനയുടെ മറ്റ് സെക്ടേഴ്സിലേക്ക് തുടരുന്നത് RRTSുമായിട്ടാണ്. RRTS ക്യാൻ ബി എ ഫീസിബിൾ ഐഡിയ ഫോർ കേരള. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പണ്ട് ശ്രീ അഹമ്മദ് സാഹിബൊക്കെ ചേർന്ന് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട്. കോസ്റ്റൽ ലൈനപ്പിനെ ഒന്ന് സദേൺ റെയിൽവേയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി അല്ലെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് വേറൊരു ദിക്കിലേക്ക് അങ്കമാലി വഴി ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണക്റ്റിംഗ് ഇടപ്പള്ളി ടു തിരൂർ, ഇത് ഗുരുവായൂരിനപ്പുറം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചുമില്ല. അതൊരു പാരലൽ ലൈനായിട്ട് തന്നെയാണ്. നമുക്ക് കായംകുളത്തുനിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴി കൊച്ചിയിലെത്തുന്നത് പോലെ. ഇത് നമുക്ക് ഇന്നുള്ള ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഷൊർണൂർ റൂട്ടിലുള്ള ട്രാഫിക്കിൻ്റെ ഒരു തിക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ ട്രെയിനുകൾ ചിലപ്പോൾ നമുക്ക് വരുന്നതിന് വലിയ സാധ്യതയുണ്ടാവും. പക്ഷേ ആ പദ്ധതി മുളയിലെ നുള്ളിക്കളഞ്ഞു. അതിന് എവിടേക്കോ സ്ഥലങ്ങൾ എടുത്തിട്ടു, പക്ഷേ തുടരാൻ അനുവദിച്ചിട്ടില്ല. ഇതൊരു വളരെ ഫീസിബിൾ പ്രപ്പോസലാണ്. നമുക്ക് മറ്റൊരു റെയിലിനെ കുറിച്ചും ആലോചിക്കേണ്ട. നെടുമ്പാശ്ശേരി വരെ മെട്രോ വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് ഭാഗത്ത് വന്ന് ചേർന്ന് നാട്ടിക, തൃപ്രയാർ, ഗുരുവായൂർ, ചേറ്റുവ വഴി ഗുരുവായൂർ, പൊന്നാനി, തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും, റെയിൽ ഉപയോഗം അവർക്ക് കിട്ടും. അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കോണമിയെയും ഒരുപക്ഷെ എൻവയൺമെൻറ്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലാണ്. എന്തുകൊണ്ട് മെട്രോയിൽ നിന്ന് RRTS, റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം, ഇതിൻ്റെ വ്യത്യാസം മെട്രോ റെയിലിന് മാൻഡേറ്ററി ആണ്. എവറി 2.5 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 3rd കിലോമീറ്റർ യു ought to have a സ്റ്റേഷൻ. ഒരു സ്റ്റേഷൻ്റെ പാരാഫർനേലിയ എത്ര, അതിൻ്റെ സൈസ് എത്രയാണ്, ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനും സ്പേസിനും വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന പണം എത്രയാണെന്ന് നമ്മളിപ്പോൾ കൊച്ചി മെട്രോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊന്നുമില്ലാതെ 12 കിലോമീറ്റർ 13 കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന RRTS അതിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇത് നമുക്ക് സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഇതെല്ലാം ഗണ്യമായി നമുക്ക് മെട്രോയേക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഒരു ജനതയ്ക്കും ഇങ്ങനെ ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു കൊടുക്കണ്ടേ. അതും സ്വപ്നമായിട്ടല്ല, ഇപ്പോൾ അത് സാധ്യതയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ക്രോസ് കണക്ട്സ് അതിന് വേണ്ടുന്ന സ്ഥലമെടുപ്പ് കാര്യങ്ങൾ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കാൻ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ പത്രക്കാർ പ്രപ്പോസ് ചെയ്യുക. ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ്
അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും. അത് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട, അതിന് പാരിതോഷികമോ എന്താണ് അതിന് പരിഹാരം ആയി പെനൽറ്റിയോ മതിയെന്ന് അങ്ങനെ എന്തോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? കോമ്പൻസേഷൻ. അല്ല, വിഴിഞ്ഞത്തെ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വല്ലാർപാടമുണ്ട്, ബേപ്പൂർ ഇസ് അനദർ പോസിബിലിറ്റി, കൊല്ലത്ത് ഒരു മിനി ഷിപ്പിംഗ് അതിനുള്ള ഒരു ലാൻഡിങ് ഫെസിലിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളത് ഭാവിയിൽ വികസനത്തിൻ്റെ നമ്മുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ദർ ഷുഡ് ബി എ ഡിസൈൻ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയൊരു ബാധിപ്പ് അടിച്ചേൽപ്പിക്കുന്നു. അത് വീണ്ടും അത് ആ ചോദ്യം ഉന്നയിക്കപ്പെടേണ്ട ആളാണോ ഞാൻ? അല്ല, കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു പെനിട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അതിൻ്റെ വഴി. അങ്ങനെയാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വരും. കേസെടുക്കുകയാണോ ഇത് ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ദുരൂഹതയല്ല ഞാൻ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ, അതും സിംഗപ്പൂരിൻ്റെ ഫ്ലാഗ് ബെയറാണ് അല്ലേ? ആദ്യത്തെ എനിക്ക് തോന്നുന്നു ലൈബീരിയൻ അല്ലേ? ലൈബീരിയൻ വെസലല്ലേ ആദ്യത്തെ? അപ്പോൾ പലതും നോക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ചോദ്യം ചെയ്യുന്ന നേച്ചറിലുള്ള ആംഗിളിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാകും. മറ്റ് വിഷയങ്ങളിൽ കേന്ദ്രവുമായിട്ട് സംസ്ഥാനം ബന്ധപ്പെട്ട് അതിനുള്ള പുതിയ വഴികൾ ആരായാണ്. പക്ഷേ കേന്ദ്രം പറഞ്ഞിട്ടല്ലല്ലോ അല്ലേ ഇന്നലെ കോമ്പൻസേഷൻ മാത്രം മതി, കേസ് വേണ്ട എന്ന് തീരുമാനിച്ചത്? കേന്ദ്രത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണ്? ആണോ? നടത്താമല്ലോ, കേരളം ആവശ്യപ്പെടട്ടെ. നമുക്ക് സെക്യൂരിറ്റി ആസ്പെക്റ്റ് അതിന് കേരളം പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട് പറഞ്ഞില്ലെങ്കിലും അതുണ്ടാവും. There is a very cautious eye on all these episodes. ജനത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ജനത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അതിനോടൊന്നും എനിക്കൊരു എതിരഭിപ്രായവും ഇല്ല. അല്ല, അത് കേന്ദ്രത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. അത് കഴിഞ്ഞ് കേരള സർക്കാർ പല തവണയായി അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് വരുത്തി. ഇപ്പോൾ ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലുമായി ലിങ്ക് ചെയ്ത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെയും ഒരു ക്ലിയറൻസിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയണം. ഇല്ല, ഇന്നലെ അത് എത്തിയിട്ടില്ലേ? ഭൂപേന്ദർ യാദവിൻ്റെ വന്നിട്ടില്ലേ? പ്രസ് റിലീസ് വന്നിട്ടുണ്ടല്ലോ. ഏതാ? ഞാൻ അന്വേഷിക്കാം. ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കണ്ട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. നമ്മളുടെ
വീതി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഹില്ലി ടെറൈൻ എന്ന് പറയുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ആവാസ വ്യവസ്ഥിതിക്കും നമ്മുടെ കർഷകരുടെ യാതനകളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ഇന്നലെ പൂർണ്ണമായി വളരെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് അതിൻ്റെ ഒരു റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി അവിടെ ചെല്ലുന്ന മാത്രയിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാം. ഇതൊരു വലിയ തലവേദന. കാട്ടുപന്നി മാത്രമല്ല, മറ്റ് വന്യ മൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടേതാണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട്. ഈ കേന്ദ്രമന്ത്രിമാർ ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന പോലെ എല്ലാ സ്റ്റേറ്റിലും പത്രസമ്മേളനം നടത്തുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും 15 വർഷമാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യത്തിന്റെ അനുബന്ധ ചോദ്യമാണ്, നമ്മൾ കേരളത്തിന് വേണ്ടി മിനിസ്റ്റർ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, മണ്ഡലത്തിന് വേണ്ടി പ്രധാനമായി എന്ത് ചെയ്തു, എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ അത് ഇന്നലെയും മെനിഞ്ഞാൻ പദ്ധതികൾ ഇപ്പോഴും എയിംസിനെ സംബന്ധിച്ച് പറയാം. എയിംസിനെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കൂ. ഇനി തർക്കം തീരും. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാനും വരും. അതിവേഗത്തിൽ വിസ നൽകി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്തരം ആവശ്യങ്ങൾക്കായി പോകുന്നവരുടെ കാര്യത്തിൽ എന്തെങ്കിലും മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവും? അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അല്ല, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതിന് മുകളിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഉണ്ട്, ജാഗരൂകതയുണ്ട്. പക്ഷേ ഈ പറയുന്ന നമുക്കറിയാം, ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വരുന്ന ഒരുപാട് അനോമലീസ് ഉണ്ട്. അതിപ്പോഴും ട്രാക്ക് ഡൗൺ ചെയ്യാനും അത് കില്ല് ചെയ്യാനുമുള്ള മെത്തഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടുപിടിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ അനോമലീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാലാകാലം. എല്ലാം സിനിമയുടെ നെഞ്ചത്ത് കോരി വയ്ക്കുമല്ലേ. ഇല്ല, ഇപ്പോൾ സത്യത്തിൽ ഒരു അന്താളിപ്പാണ്. എന്ത് പവർ പൊസിഷനിലിരുന്നാലും ഇതിൻ്റെ പാതകൾ ഒരുപക്ഷെ ഏത് ഭരണകർത്താവിനും, ഞാൻ മുഖ്യമന്ത്രിയെയും കുറ്റം പറയത്തില്ല, അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും കുറ്റം പറയത്തില്ല, ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്കിത് ഒന്ന് ഇതിനൊരു പുട്ട് ആൻ അബ്രപ്റ്റ് എൻഡ് അതെങ്ങനെ സാധ്യമാകും? എന്തെങ്കിലും മാർഗമുണ്ടോ? സമൂഹത്തിന് ഇതിന് വലിയൊരു ഉത്തരവാദിത്വമില്ല. സർക്കാരുകളേക്കാൾ സമൂഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ടതല്ല. അങ്ങനെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാണ്ടം എത്ര വലിപ്പം ഉണ്ടാവും, ആ വലിപ്പത്തിന് എന്ത് പ്രഷർ ഇതിനകത്ത് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പ്രധാനമാണ്. സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇതിനെതിരെയുള്ള ഒരു ഫൈറ്റിൽ, ഒരു യുദ്ധത്തിൽ വളരെ ശക്തമായിട്ട് ആ ഒരു സംഭാവന ഉണ്ടാവണം. അല്ല, അത് നടക്കില്ല. ഞാൻ ഇത്രയും ദൂരം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ നമുക്കൊരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിന് ചേരാത്തതെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ആൻസർ ചെയ്യാം. പക്ഷേ ഇതിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ
ചെയ്ത ബുദ്ധിപരമായ, യുക്തിപരമായ, ഉത്തരവാദിത്വപൂർണമായ, ശക്തമായ ഒരു റെസ്പോൺസ്, റിട്ടോർട്ട്, അതും നാശത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച്, പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാവരുടെയും മനസ്സിലാക്കലാണ്. അതങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ. അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല. ആരുടെ ലോകത്ത് ചെന്ന് ചേരും? അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ശശി തരൂർ all said is a responsible citizen. മോദി ഭരണത്തിൻ്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവന്ന വഖഫ് അമെൻമെൻറ്റിനെതിരെ ശബ്ദമുയർത്തിയ ഒരു MP ആണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇന്ന് സംഘത്തിൻ്റെ സ്റ്റാൻഡാണ് എന്ന് തോന്നിയെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമാക്കുക. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പരിഭവം ഒന്നുമല്ല, അതെല്ലാം മൊമെൻ്ററിയാണ്. അതെല്ലാം മൊമെൻ്ററിയാണ്. സി, ഒരു ഡിസൈനുണ്ട്. ഇപ്പോൾ വഖഫ് അമെൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയപ്പോൾ എത്ര സരസമായിട്ടാണ് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞത്. എന്നെ സംബന്ധിക്കാത്ത, അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചിഴയ്ക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത്, ഹൃദയം കൊണ്ട് തൊട്ട് സത്യം ചെയ്ത ഒരു MP-യോ അതേ കാരണം കൊണ്ട് തന്നെ ഒരു മന്ത്രിയായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയോട് ചോദിക്കാവുന്ന ചോദ്യമല്ല ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. ആ മാധ്യമപ്രവർത്തകൻ അതിനെ തുടർന്നാൽ ഇത് തന്നെ ഉണ്ടാവും മറുപടി. താക്കീതെന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും നൽകാൻ സാധിക്കും. അവർ മാത്രമല്ല ജനങ്ങളുടെ ഭാഗം, ഞങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധി, ഞങ്ങളാണ് ജനങ്ങളുടെ ശക്തമായ ഭാവവും ഭാഗവും. കേന്ദ്രത്തിൽ സമാനമായി ആവർത്തിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ മന്ത്രി എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നത്. കേരളത്തിലെ മന്ത്രികളിലേക്ക് അങ്ങേക്ക് എന്താണ് ചോദിക്കുന്നത്? സൗത്ത് ഇന്ത്യൻ മന്ത്രി ഇസ് എ റോങ് എക്സ്പ്രഷൻ, റോങ് ഐഡിയ, വെരി റോങ് കോൺസെപ്റ്റ്. Indian, no. Culture has got nothing to do with this system. കൾച്ചർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. കൾച്ചർ കനോട്ട് കൺട്രോൾ അസ്. നമ്മൾ എന്താ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണത്തിൽ ഊന്നി തന്നെയാണ് ഈ ഒരു സ്ട്രിങ് വരുന്നത്. അപ്പോൾ ഐ കനോട്ട് ബി എ സൗത്ത് ഇന്ത്യൻ മിനിസ്റ്റർ. ദി ഹോൾ അട്ടറൻസ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ചോദ്യം മറന്നുപോയി. മോദി ഭരണത്തിൻ്റെ കീഴിലുണ്ടാകുന്ന നേട്ടങ്ങൾ മോദിയുടെ നേട്ടമായി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതിലെന്താ തെറ്റ്? ഹു ഇസ് ഹി? ദി പ്രൈം ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ. അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിൻ്റെ അടുത്താണ്. എന്തെങ്കിലും മറ്റ് വകുപ്പുകളിൽ, മറ്റ് മിനിസ്ട്രീസിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അദ്ദേഹമാണ് അക്കൗണ്ടബിൾ. അദ്ദേഹം അതിന് നടപടി സ്വീകരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, വികസിത് ഭാരത്
ഇത് അദ്ദേഹത്തിൻ്റെ വിഷനാണ്. ഗതിശക്തി അദ്ദേഹത്തിൻ്റെ വിഷനാണ്. ഇനി പെട്രോളിയം മിനിസ്ട്രിയിൽ ചോദിച്ചാൽ 20% എത്തനോൾ ബ്ലെൻഡിങ് അദ്ദേഹത്തിൻ്റെ വിഷനാണ്. സാഗർമാല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷനാണ്. ഐ നീഡ് എ ഡയമണ്ട് നെക്ലസ് ഫോർ ദ ഹോൾ പെനിൻസുല ഓഫ് മൈ കൺട്രി. സാഗർമാല വിഴിഞ്ഞ അതിൻ്റെ ഭാഗമാണ്, കുളച്ചൽ പോർട്ട് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു വിഷണറി പ്രൈം മിനിസ്റ്റർക്ക് ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആരെയാണ് വേദനിപ്പിക്കുന്നത്? മറിച്ച് ഇപ്പുറത്ത് എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത്? അദ്ദേഹം ചെയ്തു കൂട്ടിയ നല്ലതുകൾ കണ്ടോ കാണാഞ്ഞോ ഒന്നുമല്ല. മറ്റ് ഉള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ വന്നിടത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞെതിരെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അതിനേ ഉള്ളൂ എതിരെ. മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത്. ആദ്യത്തെ അവലോകന യോഗം 3 മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ്. പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന്. അതിനുശേഷം ഏതാണ്ട് 3-4 യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂർ വന്ന് നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ പ്രശംസിക്കാതിരിക്കും? മന്ത്രി രാജൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല. എവിടെ ഞാനുണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജൻ. രാത്രി 2:30 മണിക്ക് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായ സമയത്ത് 67 സ്ട്രെച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പ്രശംസിക്കാതിരിക്കും? ഒരു വ്യക്തിയുണ്ട്, ഒരു മിഷൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ടാവും. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും, അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിരിക്കും. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടായില്ലെങ്കിൽ ഗുരുത്വദോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടും, അംഗീകരിക്കും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അല്ല, എന്നോടിതാണ് ആവശ്യപ്പെട്ടത്. ഞാനത് അവിടെ പോയി ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അനുസരിച്ച് ഞാൻ പോയിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ചാൽ പോകും. ഞങ്ങൾക്ക് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായതുകൊണ്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. അത് ഈ 11 വർഷമേ ഉള്ളൂ. അത് കാലഘട്ടത്തിന് അങ്ങനെ സംവിധാനം വന്നതെന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അല്ല, മാറ്റം വരണം. മാറ്റം വരുത്താൻ വേണ്ടി അതെ, അതിനു മുമ്പ് 10 വർഷം കൊണ്ടും ഉണ്ടായില്ല. അപ്പോൾ ഈ 11 വർഷം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ എനർജി, പുതിയ ഫ്യൂവൽസ്, ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കിതൊന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് പ്രയത്നം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ഫലമുണ്ടാകും. തിരിച്ചു കിട്ടേണ്ടതെന്നുള്ള വില നിയന്ത്രിക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൺട്രോൾ വേണം, കൺട്രോൾ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. പൂർവസ്ഥിതി എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഡെവലപ്മെൻ്റ് ഒന്നും നമുക്ക് സാധ്യമാവില്ല. ഡെവലപ്മെൻറ്റിൻ്റെ പേസും അതേ പൂർവസ്ഥിതിയിലേക്ക് പോകും. നമുക്കിന്ന് ഒരുപക്ഷെ നമ്മുടെ ഹൈവേസിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, മറ്റ് റിലേറ്റഡ് സ്വച്ഛ് ഭാരത് മിഷൻ, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പെട്രോളിയം വിൽപ്പനയുടെ പേരിൽ പിരിക്കുന്ന സെസ് എത്രയാണ്? കേരളത്തിലെ മാത്രം ടാക്സ് എത്രയാണ്? തൃശ്ശൂരും പാലക്കാടുമുള്ള വണ്ടികൾ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും പോയി ഫ്യൂവൽ നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? അവിടെയും ഉള്ളതൊരു ഇന്ത്യക്കുള്ളിലുള്ള, ഭാരതത്തിനുള്ളിലുള്ള ഒരു സംസ്ഥാന സർക്കാർ തന്നെ. മാഹി പിന്നെ യൂണിയൻ ടെറിട്ടറി എന്ന് നമുക്ക് പറയാം.
ഞാൻ പറയുന്ന ഒരു സംസ്ഥാനമാണ്. തമിഴ്നാട് ഇപ്പോൾ അങ്ങ് ആദ്യം പറയുകയുണ്ടായി ദക്ഷിണേന്ത്യൻ മന്ത്രി ഒരു റോ യൂസേജ് ആണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് പുറത്തുവരുന്ന ഈ ഭരണ നേട്ടങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോസിൽ പോലും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രായം കുറയുകയും ഇന്ത്യ എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണെന്നുള്ള രീതിയിലുള്ള വിഷ്വൽസ് ആണ് വരുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണിച്ച വിഷ്വൽസ് പോലും ആക്ഷേപമല്ല, ഒരു ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽസിൽ പോലും ഈ ദക്ഷിണേന്ത്യക്ക് ഒരു പ്രാധാന്യം നിശ്ചയിക്കാതെ പോകുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചെങ്കോല് ഇന്ത്യൻ കമ്പോണൻസ് എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇന്ത്യൻ അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാവില്ലല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സംസ്കാരത്തിൻ്റെ ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഒരു ബൗണ്ടറീസ് ഉണ്ട്. അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ട് യൂണിയൻ കൗൺസിൽ അല്ലെങ്കിൽ ഗവർണൻസ് സിസ്റ്റത്തിൽ അങ്ങനെയുണ്ട് എന്ന് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. ഇത്തരത്തിലുള്ള വിഷ്വൽസിൽ പോലും ഇങ്ങനെ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം കുറയുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രം കാണിക്കാത്ത നമ്മുടെ കർഷകർ ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന ഒരു വിഷ്വലിലൂടെ വന്നാൽ ഇതിനകത്തൊരു ജനറലൈസേഷൻ തീർച്ചയായിട്ടും ഞാനിത് അവിടെ സൂചിപ്പിക്കാം. ചെങ്കോലും കൊണ്ടാണ് പാർലമെന്റ് ദി ആപ്രിഹെൻഷൻ റേസ്ഡ് ഇസ് റെലവൻറ്റ്. ഐ അഗ്രി. തീർച്ചയായിട്ടും അതവിടെ സൂചിപ്പിക്കാം. ഇത് മറ്റൊരു രീതിയിൽ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ കമ്മിറ്റിയിൽ ഞാൻ ഓൺ റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരസ്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പോലും വടക്കോട്ടുള്ള ആൾക്കാരാവും, താരങ്ങളായാലും അതിന് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഡബ്ബിംഗ് പോലും മലയാളം നല്ല ഒരു ഒഴുക്കിൽ സംസാരിക്കാത്ത ആൾക്കാരെ കൊണ്ട് ഡബ് ചെയ്യിച്ച് വളരെ വികലമാക്കുന്ന സബ്സ്റ്റൻസിനെ കുറിച്ചൊക്കെ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാൻ ഘോരം ബാധിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ സ്വയം ഒന്നും മാർക്കിടാനായിട്ട് ഞാൻ ആളല്ല. മാർക്കിടലല്ല പ്രധാനം, എങ്ങനെ ഉപകരിക്കപ്പെട്ടു. ഒരു 100 കുടുംബങ്ങളോടെങ്കിലും ചോദിക്കൂ അവരുടെ ഒരു വ്യഥ. 2000-3000 മൈലുകൾക്കപ്പുറമുള്ള അവരുടെ കയ്യെത്തും ദൂരത്തില്ലാത്ത, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന നിസ്സഹായ അവസ്ഥയിൽ അതിലൊരു 70-75% പേരെയെങ്കിലും എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര മാർക്ക് ഞാൻ ഇടണം? എത്ര മാർക്കിടണം? കുടിവെള്ളം ഒരുപക്ഷെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആ കുടിവെള്ളം എത്താൻ ഇതല്ലാതൊരു മാർഗമില്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജനാധിപത്യത്തിലുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ വിഷയമാണ് ഞാൻ റെഫർ ചെയ്യുന്നത്, സ്ഥലം ഞാൻ പറയുന്നില്ല. അവിടെ വെള്ളമില്ല. 3 മാസക്കാലമായിട്ട് അവർക്ക് വെള്ളം ടാങ്കറിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അത് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കഴുകാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ അത് നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് കൊടുത്ത് ചെയ്യാം. പക്ഷേ അത് പിന്നെ AS ആവണം, പിന്നെ TS ആവണം, പിന്നെ അത് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ നൂലാമാല രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ട് അത് മുടക്കിക്കും. ഇത് തന്നെ പോകും, 3-4 മാസം പോകും. അപ്പോൾ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ ഇതായിരുന്നു. കുറച്ച് കൈനഷ്ടം വന്നാലും 28-ാം മണിക്കൂറിൽ അവർക്ക് ജലലഭ്യതയുണ്ടായി, അതിപ്പോഴും തുടരുന്നു. ഇതിന് ഞാൻ എത്ര മാർക്കിടും? അതാ ഞാൻ കൊടുത്ത പണത്തിൻ്റെ അല്ല, അങ്ങനെ ഒരു നിശ്ചയം എടുത്തതിന്. അതും ഗവേണൻസിൻ്റെ ഭാഗമല്ലേ. വാട്ട് ഈസ് ദി അതർ ഓപ്ഷണൽ മെത്തേഡ്? ഹൗ ഡു യു ആക്സസ് ദാറ്റ് മെത്തേഡ്? അതിന് മാർക്കിടണ്ടേ എന്നാണ് വേണ്ടേ? ഞാൻ ഒരു മലയാളിയായിട്ട് അതിന് മറുപടി പറഞ്ഞല്ലോ. ഇതിനൊരു വലിയ ചരിത്രമില്ലേ. 2017-18 ആണെന്നാണ് എൻ്റെ വിശ്വാസം. വയൽക്കിളികൾ, ഞാൻ ആ സമരത്തിൻ്റെ കൂടെ നിന്നതല്ലേ. അന്ന് എന്താ ഇവർ പറഞ്ഞത്? ഈ ദേശീയപാത പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ? അതാണോ ഞാൻ ചെയ്തത്? ഇപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു സ്ഥലത്ത് അത്
ഒരു ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഒലിപ്പാണോ അതോ അതിനടിയിലെ മണ്ണിൻ്റെ ഒലിപ്പായിരുന്നോ? പിന്നെ ഇൻ്റർനാഷണൽ റോഡ് കോൺഗ്രസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ദ ന്യൂ വൺസ് ദറ്റ് യു ക്രിയേറ്റ് ഷുഡ് ബി ഡീപ് കർവ് ഫ്രീ, പെട്ടെന്നൊരു കുത്തിറക്കത്തിലേക്കുള്ള ഇറക്കം കയറ്റം ഇതെല്ലാം ഒഴിവാക്കി സ്മൂത്ത് ട്രവേഴ്സബിൾ കണ്ടീഷൻ ഓഫ് ന്യൂലി ബിൽറ്റ് റോഡ്സ്, ഇതിന് നിർദ്ദേശമുണ്ട്. അപ്പോൾ വയൽക്കിളികളുടെ പാടത്തേക്ക് ഇറങ്ങിയ റോഡിൻ്റെ താഴ്ച എത്രയായിരുന്നു? അത് എത്രമാത്രം പ്രഷറാണ് ആ പാടം എന്ന് പറയുന്നത്? കൃഷിയല്ലാതെ ഒന്നിനും ഉപയോഗിച്ചുകൂടാ, കൃഷി നെല്ലല്ലാതെ കള വളർന്നു നിന്നാലും അത് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന നമുക്കില്ലേ വെറ്റ്ലാൻഡ് നിയമങ്ങൾ, പാഡി ലാൻഡ് നിയമങ്ങൾ? അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ. അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ തളിപ്പറമ്പിൽ. ഞാൻ ഇപ്പോൾ അത് എടുത്തു പറഞ്ഞിട്ടും ചർച്ചയായില്ലല്ലോ. പേടിയുണ്ടോ ചർച്ചയായാൽ? നിർമ്മാണം നടക്കുമ്പോഴല്ല, നിർമ്മാണം അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് DPR 1, DPR 2, DPR 3 ഞാൻ ഇപ്പോഴും അസേർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ DPR 2, DPR 3 സൗകര്യപ്പെടുത്തലല്ലേ? അവിടെ ഈ നിർമ്മിക്കപ്പെടുന്ന പുതിയ റോഡിൻ്റെ പരിരക്ഷ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിയിട്ടാണോ DPR 3യിലേക്ക് പോയത്? അപ്പോൾ DPR 1 പിന്നെ എന്തിനായിരുന്നു? ഞാൻ വിശ്വസിക്കുന്നു ആ DPR 1 ആണ് സേഫസ്റ്റ്. യു ഹാവ് ഡൺ അവേ വിത്ത് a safe process to please or appease someone. അതാരായാലും എൻ്റെ ബന്ധുക്കളുണ്ടാവും ചിലപ്പോൾ അതുമൂലം സ്ഥലം നഷ്ടപ്പെടുന്നവർ. ഞാൻ അവരെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ വരില്ല. അന്ന് വയൽക്കിളികളുടെ കൂടെ നിന്ന ആളാണ്, ഇന്നും അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് ഇതിനൊരു അപാകത ഉണ്ടാവരുത് എന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഒരു ഫീസിബിലിറ്റി ഇല്ലായ്മ, അതിനകത്ത് ഇൻസെൻസിബിളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനെല്ലാം ശക്തമായും നല്ല പ്രക്ഷുബ്ധതയോടെ അതെല്ലാം എനിക്ക് പക്ഷേ ഹൃദയത്തിൽ ദഹിപ്പിക്കേണ്ടി വന്നു. ഇനി സബ് ടെൻഡറിങ്. കേന്ദ്രം ടെൻഡർ കൊടുക്കുന്ന ആളിൻ്റെ വെറാസിറ്റി പരിശോധിച്ച് അവരുടെ പ്രവർത്തനത്തിലെ ക്ഷമത പരിശോധിച്ചൊക്കെ തന്നെയാണ് ഇത് ടെൻഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സബ്ലെറ്റിംഗ് എത്ര നടന്നു? അവരൊക്കെ ഇതിനകത്ത് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ, ഒരു റോഡിൻ്റെ ബലത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശോഷണം വരുത്തി, എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതില്ല. ചെയ്യണം. അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഇല്ല, അത് എൻ്റെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, നിതിൻ ഗഡ്കരിജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശക്തമായ അന്വേഷണവും ശിക്ഷയും നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇപ്പം നമുക്കത് അവകാശപ്പെടാനൊക്കത്തില്ല, ആവശ്യപ്പെടാനും ഒക്കത്തില്ല. എനിക്ക് തന്നെ അതിനകത്ത് ആശങ്കയുണ്ട്. കാരണം ഇതല്ലാതെ തന്നെ ഈ DPR എല്ലാം പഞ്ചായത്തിനെയും ഈ റോഡിന് സ്ഥലമെടുക്കുന്ന പ്രദേശത്തുള്ള വാർഡുകളെപ്പോലും അറിയിച്ചുകൊണ്ടാണ് DPRകൾ ഫൈനലൈസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അണ്ടർപാസ് വേണം, ഓവർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന പ്രഷർ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് താങ്ങാവുന്നതിനൊക്കെ വളരെ അപ്പുറമാണ്. ഒരുപാട് കറക്ഷൻസ് കൊണ്ടുവരുന്നു, ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ റെസിസ്റ്റൻസ് പ്രൊജക്റ്റ് ചെയ്തൊക്കെ പലയിടത്തും ക്രമാതീതമായി ഈ പറയുന്ന, ഇനിയിപ്പോൾ നമ്മളിതെല്ലാം തീർന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ മനസ്സിലാവുന്ന, അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അന്ന് ചിലപ്പോൾ ശബ്ദം ഉയർത്തുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു ക്ലൈംബപ്പ് കഴിഞ്ഞിട്ട് താഴെ വന്നു ഉടനെ അടുത്ത ക്ലൈംബപ്പ്, 3 കിലോമീറ്ററിനുള്ളിൽ അടുത്ത ഓവർപാസ് പാടില്ല എന്നാണ് നിയമം, അല്ലേ? അതൊക്കെ എവിടെയൊക്കെ ഫ്ലൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ മന്ത്രിയായിട്ടല്ല സംസാരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഒരു പൗരനായിട്ട് സംസാരിക്കുക. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്.
ഇപ്പം ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിന്, ഞാനും ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട്. എല്ലാം അത്യാവശ്യങ്ങൾക്കാണ്. അതിലൊന്ന് രണ്ടെണ്ണം അനുവദിച്ച് തരികയും ചെയ്തു. അത് പക്ഷേ ഈ നിയമങ്ങളൊന്നും ഫ്ലൗട്ട് ചെയ്തുകൊണ്ടുള്ള ആവശ്യങ്ങളല്ല ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരിടത്ത് ഫ്ലൗട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ അപേക്ഷ പിൻവലിച്ചു. എല്ലാ സ്വാഭാവിക നടപടികളല്ലേ, സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. റോഡ് ദേശീയപാത കേരളത്തിൽ മാത്രമല്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അവലോകനം ചെയ്ത് അത് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഐഡിയ. എന്നാണ് ഇപ്പോൾ ചാലക്കുടി പ്രദേശത്ത് എല്ലാം തീർന്ന് നമ്മൾ ടോളും അടച്ച് സ്മൂത്തായിട്ട് വന്നിടത്ത് പല ബ്ലൈൻഡ് സ്പോട്ട്സ് വന്നു, ഡാർക്ക് സ്പോട്ട്, ഗ്രേ സ്പോട്ട്, ഡെത്ത് സ്പോട്ട് എന്ന് വരെ പുതിയതായിട്ട് ടെർമിനോളജി വന്നു. അവിടെ എല്ലാം ഇപ്പോൾ ഓവർപാസുകൾ പണിയാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ടോള് പിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ടോള് പിരിക്കുന്നത് നമുക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല. കാരണം ഇത് BOT ആണ് ഇതിൻ്റെ സിസ്റ്റം, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അതിന് കാലാവധിയുണ്ട്. അതിനുള്ളിൽ പണം മുടക്കിയ ആൾ ഇതിൻ്റെ പണം തിരിച്ചു പിടിക്കണം. അപ്പോൾ വീണ്ടും നമ്മുടെ ആവശ്യത്തിലേക്ക് ഇത് കുത്തിപ്പൊളിച്ചിട്ട് ഒരു ട്രാഫിക്കിന് ഒരു വലിയ തടസ്സം ഉണ്ടായി. ആ ബ്ലോക്കിൻ്റെ ഒരു റാത്തും കൂടി ആ ബിൽഡർ ബെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. വേണം എന്ന് വെച്ച് നമുക്ക് ഈ ഡെത്ത് സ്പോട്ടൊക്കെ അങ്ങനെ അങ്ങ് വിടാമോ? അതെ, തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ തീർത്ത റോഡ് ഇനി പണിയരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളെന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഉദ്ദേശം എന്താണോ അതിൽ നിന്നും വല്ലാണ്ടങ്ങ് വലിച്ചുകൊണ്ട് പോയത്. ഏതാ? ശക്തമായ സാന്നിധ്യം അറിയിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു വാക്ക്, ഒന്നിൽ തുടങ്ങി ആ ഒന്നിന് അവിശുദ്ധമായി നിങ്ങൾ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഒന്ന് വന്നത് 6 പൊന്തി വന്നിരിക്കുന്നത്. 6 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ, 7-ൽ 6. ഇത് പടരും, കേരളത്തിൽ പടരും, തമിഴ്നാട്ടിലേക്കും പടരും. താങ്ക് യു.